സ്ഫോടന കേസിൽ കശ്മീരിൽ പരിശോധനയുമായി NIA വിവിധയിടങ്ങളിലാണ് റെയ്ഡ്. വൈറ്റ് കോളർ മൊഡ്യൂളുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളിലാണ് പരിശോധന. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, ചെങ്കോട്ട സ്ഫോടന കേസിൽ NIAയുടെ പരിശോധന ഇപ്പോൾ കശ്മീരിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ചെങ്കോട്ട ഭീകര ആക്രമണം ബന്ധപ്പെട്ടുകൊണ്ട് 8 ഇടത്താണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പുൽഗാം, ഷോപ്പിയാൻ, ഒപ്പം അത്തരത്തിൽ പുൽവാമ അടക്കമുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിവരമാണ് അവിടുന്ന് പുറത്തേക്ക്. പ്രധാനമായും ഈ കേസിൽ അറസ്റ്റായുള്ള ജാസിർ ബിലാൽ വാണിയുടെ വീട്ടിലടക്കം പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ കേസിൽ ഈ ചെങ്കോട്ട ഭീകര ആക്രമണത്തിൽ വലിയ ടെക്നിക്കൽ സഹായം, സാങ്കേതിക സഹായം നൽകിയ ആളാണ് ജാസിർ ബിലാൽ വാണി എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. റോക്കറ്റുകൾ, ഉറപ്പ് ഡ്രോൺ അടക്കം നിർമ്മിക്കാൻ ഹമാസ് മോഡലിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയൊക്കെ ഇവർ ഇട്ടിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ജാസിർ ബിലാൽ വാണിയുടെ വീട്ടിലടക്കം ഇപ്പോൾ NIA സംഘം പരിശോധന നടത്തുന്നത്. ജമ്മു കാശ്മീർ പോലീസും ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും വിശദമായ പരിശോധന വിവിധ ഇടങ്ങളിൽ ജമ്മു കാശ്മീരിൽ 8 ഇടങ്ങളിൽ തുടരുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം ബീഹാറിലും ചില ഇടങ്ങളിൽ ഈ NIA സംഘം ചെങ്കോട്ട ഭീകര ആക്രമണം ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തി എന്ന വിവരം പുറത്തേക്ക് വരുന്നു. എന്നാണെങ്കിൽ ജാസിർ ബിലാൽ വാണിയുടെ വീട്ടിൽ നടക്കുന്ന പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഒക്ടോബറിൽ ഉമർ നബി ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെത്തി ജാസിർ ബിലാൽ വാണിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് റോക്കറ്റ് ആക്രമണം അടക്കമുള്ള അതിൽ പദ്ധതിയിടുകയും ചെയ്തു എന്ന് NIA നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും പുൽവാമ, ഷോപ്പിയാൻ, ഒപ്പം കുൽഗാം അടക്കമുള്ള മൊഡ്യൂളുമായി ബന്ധമുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ കശ്മീരിൽ പരിശോധനകൾ നടക്കുന്നത്. വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്.